നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കോട്സ്വേർഡിലെ ലാവണ്ടർ ഫാമിലാണ്. നേരത്തെ നമ്മൾ ചെറി ബ്ലോസമും ടുലിപ്സും അതുപോലെ തന്നെ മഞ്ഞപ്പൂക്കളുടെ പാടവും അതുപോലെ ചുവന്ന പോപ്പി ഫീൽഡൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മൾ വീണ്ടും മറ്റൊരു പൂപ്പാടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ലാവണ്ടറാണ് കാണാൻ വന്നിരിക്കുന്നത്. അതിൻ്റെ കാഴ്ചകളാണ് കോട്സ്വേർഡിലാണുള്ളത്. കാഴ്ചകൾ കാണാം. സുഗന്ധത്തിനും ഔഷധ ഗുണങ്ങൾക്കും പ്രശസ്തമായ ഒരു സസ്യമാണ് ലാവൻഡർ എന്ന് പറയുന്നത്. ലാറ്റിൻ ഭാഷയിലെ ലാവേർ എന്ന വാക്കിൽ നിന്നാണ് ലാവൻഡർ എന്ന പദം ഉണ്ടായത്. ലാവേറിനർത്ഥം കഴുകുക എന്നതാണ്. പുരാതന റോമാക്കാർ കുടിവെള്ളത്തിലും വസ്ത്രത്തിലും സുഗന്ധം നൽകാൻ ലാവൻഡർ ഉപയോഗിച്ചിരുന്നു. ഏകദേശം 2500 വർഷത്തിലേറെയായി മനുഷ്യർ ലാവൻഡർ ഉപയോഗിച്ച് വരുന്നുണ്ട്. റോമൻ സാമ്രാജ്യത്വ കാലത്ത് വീടുകൾക്ക് സുഗന്ധം പകരാനൊക്കെ ഈ ലാവൻഡറുകൾ ഉപയോഗിച്ചിരുന്നു, കുളിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നു. പിന്നീട് യൂറോപ്പിലാകെ ലാവൻഡർ കൃഷി വ്യാപകമായിട്ട് മാറി എന്നുള്ളതാണ്. അങ്ങനെയുണ്ട് കാഴ്ചകൾ. നല്ല മനോഹരമല്ലേ? ഓക്കെ, അടിപൊളിയല്ലേ? എൻ്റെ പുറകിൽ നല്ല നീല ലാവൻഡറുകൾ, നല്ല മണമാണ് ഇതിൻ്റെ ഉള്ളിൽ. കണ്ടില്ലേ? അടിപൊളി. എത്രത്തോളം ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു മലഞ്ചെരുവിൽ കംപ്ലീറ്റ് ലാവൻഡറുകളാണ്. ഇന്ന് 40-ലേറെ വെറൈറ്റികളും 100-ലേറെ ഹൈബ്രിഡുകളൊക്കെ ആയിട്ട് ഫാമിങ്ങിന് വേണ്ടി ലാവൻഡറുകൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഉള്ള ഈ ഒരു ലാവൻഡർ ഫാം എന്ന് പറയുന്നത് കോട്സ്വേർഡിലെ ഒരു കുടുംബം 3 തലമുറകളായിട്ട് കൃഷി ചെയ്ത് വരുന്ന ഒരു ഫാമാണ്. 1999 ഇവിടെ ആദ്യമായിട്ട് ലാവൻഡർ നട്ടത്. ആദ്യം 100 കണക്കിന് ചെടികൾ മാത്രമായിരുന്നു ഇവിടെ. ഇന്നത് ഏകദേശം 45 ഏക്കറിലായിട്ട് 35 അധികം ഇനങ്ങളിലുള്ള ലാവൻഡറുകൾ വളരുന്നുണ്ട്. ഏകദേശം 2 ലക്ഷത്തിന് മുകളിൽ ലാവൻഡർ ചെടികൾ ഇവിടെ കാണാം. നിരവധി കിലോമീറ്റർ കണക്കിനുള്ള ലാവൻഡറുകൾ ഇവിടെ കാണാം. മാത്രമല്ല, ഇവിടെ വരുന്ന ലാവൻഡറിൽ നിന്ന് നിർമ്മിച്ച ഉയർന്ന നിലവാരത്തിലുള്ള എസൻഷ്യൽ ഓയിലുകളും ഉപയോഗിച്ച് ഉള്ള പല സാധനങ്ങളും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഈ ഒരു വേനൽക്കാലത്ത് മലനിരകളിലൂടെ വിരിഞ്ഞു നിൽക്കുന്ന ഈ പർപ്പിൾ നിറത്തിലുള്ള ലാവൻഡർ പൂക്കളുടെ കാഴ്ച അതിമനോഹരം തന്നെയാണ്. ഈ ലാവൻഡർ പൂക്കൾ എന്ന് പറയുന്നത് ആയിരക്കണക്കിന് തേനീച്ചകളെയും ചിത്രശലഭങ്ങളെയും ആകർഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലാവൻഡർ ഫാമിൻ്റെ ഉള്ളിലൂടെ നടക്കുമ്പോൾ തേനീച്ചകളുടെ മൂളലും അവരുടെ ഒരു ലോകത്തിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഈ ലാവൻഡർ ഫാമിലൂടെ നടക്കുമ്പം തന്നെ ഇതിൻ്റെ സ്മെല്ലുണ്ടല്ലോ, ഈ ലാവൻഡർ സ്മെല്ല്, അത് അടിക്കുമ്പം തന്നെ പ്രത്യേക ഒരു ഫീലാണ്. അപ്പോൾ ഈ ഒരു പ്രത്യേക ഫീലുള്ള ഒരു സ്മെല്ലും അതിൻ്റെ മനോഹരമായ കാഴ്ചകളും കൊണ്ട് ഈ ഫാമിലൂടെ നടന്നു പോകുമ്പം സമയം പോകുന്നത് അറിയേയില്ല. ഒട്ടേറെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ചിത്രീകരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു കോട്സ്വേർഡിലുള്ള ലാവൻഡർ ഫീൽഡ് എന്ന് പറയുന്നത്. ഈ ലാവൻഡർ ഫീൽഡിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വൈൽഡ് ഫ്ലവേഴ്സിൻ്റെ ഒരു ഏരിയയും കൂടി കാണാൻ പറ്റുന്നുണ്ട്. അതിമനോഹരമായ വൈൽഡ് ഫ്ലവേഴ്സിൻ്റെ ഏരിയയിലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഫാമിൽ നിർമ്മിക്കുന്ന പ്രത്യേകമായിട്ടുള്ള പല ലാവൻഡർ വെച്ചിട്ടുള്ള ഐറ്റംസിൻ്റെയും ഒരു വീഡിയോ നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഫാമിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഐറ്റംസ് വെച്ചിട്ടുള്ള, നമുക്ക് അതും കൂടി ഒന്ന് കാണാൻ മറന്നു പോരുതേ. പ്രകൃതിയുടെ സൗന്ദര്യവും സുഗന്ധവുമാണ് ഈ ഒരു മനോഹരമായ ലാവൻഡർ ഫീൽഡിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.